വെള്ളാപ്പള്ളി നടേശൻ തീർച്ചയായിട്ടും കോൺഗ്രസിൻ്റെ ഒരു ഐശ്വര്യം തന്നെയാണ്. പക്ഷെ ആ ചേരിയിലേക്ക് NSSും കൂടി ചേരുമ്പോൾ അത് വലിയൊരു ആശങ്ക സൃഷ്ടിക്കുന്നില്ലേ? ഇല്ല, ഇതിൽ NSS ചേരുന്നുണ്ടോ എന്ന് പറയാനില്ല. NSSന്റെ ജനറൽ സെക്രട്ടറി സുകുമാരൻ നായർ വെള്ളാപ്പള്ളി നടേശനെ പിന്തുണയ്ക്കുന്നുണ്ട്. അതിൻ്റെ അർത്ഥം ഒരു സമുദായ സംഘടനയുടെ നേതാക്കന്മാർ തമ്മിൽ യോജിപ്പിലെത്തിയെന്നോർത്ത് സമുദായ സംഘടനകൾ യോജിപ്പിലെത്തണമെന്ന് നമ്മൾ വിചാരിക്കാൻ പറ്റില്ല. ഉദാഹരണത്തിന് വെള്ളാപ്പള്ളി നടേശൻ തോൽപ്പിക്കും എന്ന് പറഞ്ഞ ആളുകളൊക്കെ ജയിക്കുക ചെയ്യുന്നു, ജയിപ്പിക്കും എന്ന് പറയുന്ന ആളുകളൊക്കെ തോൽക്കുക ചെയ്യുന്നു. ഓരോ തെരഞ്ഞെടുപ്പിലും അത് നമ്മൾ ശ്രദ്ധിച്ചറിയും. അതിൻ്റെ അർത്ഥം ആ സമുദായ സംഘടനാ നേതാവിനോടൊപ്പം സമുദായ അംഗങ്ങളില്ല എന്നാണ്. സമുദായ അംഗങ്ങൾ കുറെ കൂടി പൊളിറ്റിക്കലാണ്, അവർക്ക് കാര്യങ്ങൾ തിരിച്ചറിയാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഒരാൾ സമുദായ നേതാവ് ആയതുകൊണ്ട് ആ നേതാവ് പറയുന്ന എല്ലാം സമുദായ അംഗങ്ങൾ വിശ്വസിക്കണമെങ്കിൽ ഇവർ പറഞ്ഞത് മാത്രമേ നടക്കാൻ പാടുള്ളൂ. അങ്ങനെയല്ല സംഭവിച്ചത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് ഇതേപോലെയുള്ള ആരോപണം ഉന്നയിച്ചു വന്നിരുന്നു, അത് ഏറ്റില്ല. നിയമസഭാ ബൈ ഇലക്ഷന്റെ മുമ്പൊക്കെ ഓരോ ഘട്ടത്തിലും അദ്ദേഹം വന്നിട്ടുണ്ട്, ഏറ്റില്ല. നിലമ്പൂർ ബൈ ഇലക്ഷന് മുമ്പ് ഒരുപാട് ആരോപണങ്ങൾ പറഞ്ഞു, ഈ പഞ്ചായത്ത് ഇലക്ഷന് മുമ്പും പറഞ്ഞു. സമുദായ നേതാക്കന്മാർക്ക് ഇപ്പോഴും ഈ സർക്കാരിൽ വിശ്വാസം ഉണ്ടെന്ന് പറയുന്നു. ഏത് സർക്കാരാണ് ഇത്? ശബരിമലയിലെ ശാസ്താവിന്റെ സ്വർണ്ണപ്പാളികൾ കടത്തി എന്ന് ഹൈക്കോടതി കണ്ടെത്തിയ സഖാക്കന്മാരെ സംരക്ഷിക്കുന്ന സർക്കാരാണ്. ആ കളവ് 6 വർഷക്കാലം മൂടി വെച്ച ഒരു സർക്കാരാണ്. ആ സർക്കാരിൽ ഇപ്പോഴും വിശ്വാസമുണ്ട് എന്ന് പറയുന്ന സമുദായ നേതാക്കന്മാരോടൊപ്പം സമുദായ അംഗങ്ങൾ വിശ്വാസികൾ ഉണ്ടാകില്ല എന്നാണ് നമ്മുടെ ഒരു രാഷ്ട്രീയ ബോധ്യം. പിന്നെ താൽക്കാലിക ലാഭത്തിന്, സ്വാർത്ഥ ലാഭത്തിന് വേണ്ടി സർക്കാരിനെ പിന്തുണയ്ക്കുമ്പോൾ ചെയ്യുന്ന ഒരു അബദ്ധമുണ്ട്. മതേതര കേരളത്തിന്റെ രാഷ്ട്രീയ ശേഷി ഇവർ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യുക, അത് ഇവർക്ക് പറ്റുന്ന ഒരു അബദ്ധമാണ്. ഇവർ പിന്തുണയ്ക്കുന്ന സ്ഥാനാർത്ഥികൾ എന്തുകൊണ്ട് പരാജയപ്പെടുന്നത് ഇവരെപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ട്? ഇവർ പിന്തുണച്ചത് കൊണ്ടാണ് കേരളത്തിലെ രാഷ്ട്രീയ നേതാക്കന്മാർ ജയിക്കുന്നു എന്നുള്ള തെറ്റിദ്ധാരണ ഇവർക്കുണ്ട്. അത് പാടില്ല. പകരം സ്വന്തം സമുദായത്തിന്റെ നവീകരണത്തിന് വേണ്ടി, ഉന്നമനത്തിന് വേണ്ടിയിട്ട്, വികസനത്തിന് വേണ്ടിയിട്ട് ആവശ്യങ്ങൾ ചോദിക്കാം, അതിനു വേണ്ടിയിട്ട് സംസാരിക്കാം, അത് നിർബന്ധപൂർവ്വം വാങ്ങിച്ചെടുക്കാം. സ്വാഭാവികമായിട്ട് എല്ലാ സമുദായത്തിനും മതവിഭാഗങ്ങൾക്കും കൃത്യമായിട്ടുള്ളൊരു ആനുപാതികമായിട്ടുള്ളൊരു പിന്തുണ സർക്കാരിൽ നിന്ന് കിട്ടേണ്ടതാണ്. ഈ ഈഴവ നായർ വോട്ടുകൾ കോൺഗ്രസിലേക്ക്, UDFിലേക്ക് വന്നില്ലെങ്കിലും ജയിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യമാണോ നിലവിൽ? അല്ല, ഞാൻ CPMന്റെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പറഞ്ഞതുപോലെ തെരഞ്ഞെടുപ്പ് തോറ്റു കഴിയുമ്പോൾ ഈഴവർ ചെയ്തില്ല, നായന്മാർ ചെയ്തില്ല, ക്രിസ്ത്യാനികൾ ചെയ്തില്ല, മുസ്ലിങ്ങൾ ചെയ്തില്ല എന്നുള്ള സ്റ്റാൻഡ് എടുക്കുന്നത്. എന്നെ സംബന്ധിച്ചുള്ള ഈഴവ നായർ വോട്ട് കോൺഗ്രസിലേക്ക് വരിക ഇല്ല എന്നുള്ളൊരു കൺസെപ്റ്റേ ഇല്ല. മതേതര കേരളത്തിന്റെ വോട്ട്, ബഹുഭൂരിപക്ഷം വോട്ടും കോൺഗ്രസിലേക്ക് വന്നിരിക്കും. അതിൽ ഈഴവരുണ്ട്, നായന്മാരുണ്ട്, ക്രിസ്ത്യാനികളുണ്ട്, മുസ്ലിങ്ങളുണ്ട്. അല്ലാതെ ഏതെങ്കിലും ഒരു സമുദായത്തിന്റെ ഈ ചതുരവടിവിനകത്ത് നിൽക്കുന്നു എന്ന് നമ്മൾ തെറ്റിദ്ധരിക്കാൻ പാടില്ല. അങ്ങനെയാണെങ്കിൽ ഇവർ വെല്ലുവിളിച്ച കാലത്തൊക്കെ ഞങ്ങളുടെ സ്ഥാനാർത്ഥികൾ ജയിക്കില്ല. KC വേണുഗോപാൽ ആലപ്പുഴ എന്ന് MP ആകില്ല, ഒരു സംശയവും വേണ്ടല്ലോ, MP ആകില്ല. അങ്ങനെ ഓരോരുത്തരുടെയും കണക്കെടുത്താൽ ഇവർ വെല്ലുവിളിക്കുന്നൊന്നും ഏൽക്കാറില്ല. അതുകൊണ്ട് തന്നെ ഈഴവരുടെ വോട്ട് മുഴുവൻ വെള്ളാപ്പള്ളി നടേശന്റെ നാവിൻ തുമ്പിലാണെന്നുള്ള തെറ്റിദ്ധാരണ അദ്ദേഹത്തിനും പാടില്ല, രാഷ്ട്രീയ നേതാക്കന്മാർക്കും പാടില്ല. ഈഴവരുടെ വോട്ട് അവരുടെ രാഷ്ട്രീയ ബോധ്യത്തിന്റെ മുമ്പിലാണ്. അത് കൃത്യമായിട്ട് അവർ രേഖപ്പെടുത്തുമെന്നാണ് നമ്മളുടെ. ഈ കൊല്ലം, തിരുവനന്തപുരം പോലുള്ള അങ്ങനെ അനേകം ജില്ലകൾ ഈ ഒരു ഐക്യം കൊണ്ട് വളരെ ശക്തമാണ്. അപ്പോൾ VD സതീശൻ ഈ സാമുദായിക നേതാക്കളെ വെല്ലുവിളിക്കുമ്പോൾ അദ്ദേഹം ഹീറോ ആയി തീരുന്നുണ്ട് പൊതുസമൂഹത്തിനിടയിൽ എന്നതൊരു കൃത്യമായിട്ടുള്ള കാര്യമാണ്. എങ്കിലും ഒരു അധികാരം ഇനിയും കിട്ടാതിരിക്കുക എന്ന് പറയുന്നത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു തിരിച്ചടിയാണ്. അതുകൊണ്ട് ഓരോ വോട്ടും വളരെ മൂല്യമാണ്. അല്ല, ഇതിൽ VD സതീശൻ സാമുദായിക നേതാക്കന്മാരെ വെല്ലുവിളിക്കുന്നില്ല. നമ്മൾ അതിനെ കുറെ കൂടി ആഴത്തിൽ മനസ്സിലാക്കുന്നതിൻ്റെ ഒരു കുഴപ്പമാണ് ഇനി വരുന്നത്. സമുദായ നേതാക്കന്മാരെയല്ല, സമുദായ നേതാക്കന്മാർ പറയുന്ന വർഗീയ നിലപാടിനെയാണ് വെല്ലുവിളിക്കുന്നത്. ഒരു സമുദായ നേതാവ് സമുദായത്തിന് വേണ്ടിയിട്ട് അഭിപ്രായം പറയുമ്പോൾ തന്നെ മറ്റ് സമുദായങ്ങളെ ആക്ഷേപിക്കാതിരിക്കാൻ കൂടി ശ്രദ്ധിക്കണം. വർഗീയ ധ്രുവീകരണം ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കണം. സമുദായ നേതാവ് സമുദായത്തിന് വേണ്ടി വാദിക്കണം, സമുദായത്തിന് വേണ്ടി പറയണം. അതോടൊപ്പം തന്നെ കേരളത്തിന്റെ സെക്യുലർ ഫാബ്രിക് നിലനിൽക്കാൻ കൂടി ശ്രമിക്കണം. ഓരോ സമുദായ നേതാക്കന്മാരും വായിൽ തോന്നിയത് മുഴുവൻ വിളിച്ചു പറഞ്ഞ് വർഗീയ ധ്രുവീകരണത്തിന് വേണ്ടി ശ്രമിച്ചാൽ കേരളം ഇങ്ങനെയായിരിക്കില്ലല്ലോ. അല്ല, സാമുദായിക നേതാക്കൾ അവർക്ക് വേണ്ടി സംസാരിക്കണം, ആ സമുദായത്തിന് വേണ്ടി സംസാരിക്കണം എന്ന് പറയുമ്പോൾ വെള്ളാപ്പള്ളി ചെയ്യുന്നത് ശരിയാണോ? അല്ല, ഞാനതന്നെ പറഞ്ഞേ. അപ്പോൾ വെള്ളാപ്പള്ളിയുടെ പ്രശ്നം വെച്ചാൽ അദ്ദേഹം ചെയ്യുന്നത് സമുദായത്തിന് വേണ്ടിയാണോ എന്ന് നമ്മൾ ആഴത്തിൽ പരിശോധിക്കുമ്പോൾ അങ്ങനെയല്ല. മുസ്ലിങ്ങളെ ആക്ഷേപിച്ചതുകൊണ്ട് സമുദായത്തിന് എന്താ ഗുണമുള്ളത്? ക്രൈസ്തവരെ കോട്ടയത്ത് പോയി ആക്ഷേപിച്ചതുകൊണ്ട് ഈഴവ സമുദായത്തിന് എന്താ ഗുണമുള്ളത്? ഈഴവ സമുദായത്തിന് ഗുണമുണ്ടായെങ്കിൽ സമുദായ അംഗങ്ങളുടെ ജീവിതത്തിൽ വികസനോന്മുഖമായിട്ടുള്ള മാറ്റത്തിന് വേണ്ടിയിട്ട് അദ്ദേഹം ശ്രമിക്കുകയും ആ മാറ്റത്തിന് വേണ്ടിയുള്ള ശ്രമത്തെ സർക്കാർ പിന്തുണയ്ക്കാതിരിക്കുകയും ചെയ്യുമ്പോഴാണ് അദ്ദേഹം സംസാരിക്കേണ്ടത്. ഇവിടെ അദ്ദേഹത്തിന്റെ ശ്രമഫലമായിട്ട് സമുദായ അംഗങ്ങളുടെ ജീവിതത്തിൽ എന്ത് മാറ്റം വന്നു? മൈക്രോ ഫിനാൻസ് തട്ടിപ്പിന് ഇരയാക്കപ്പെട്ടതോ,
മഹേശ്വരനെ പോലുള്ള ആളുകൾ ആത്മഹത്യ ചെയ്യപ്പെടേണ്ടി വന്നതോ, എസ് എൻ ട്രസ്റ്റിന്റെ ഭൂമി ഇടപാടുമായി ബന്ധപ്പെട്ട ആക്ഷേപം നേരിടേണ്ടി വന്നതോ, ഏത് കാര്യം വേണമെങ്കിലും എടുത്തു നോക്കിയോ. അപ്പൊ അദ്ദേഹത്തിന്റെ ഇടപെടൽ കൊണ്ട് സാധാരണക്കാരായിട്ടുള്ള സമുദായങ്ങൾക്ക് എന്ത് കിട്ടി? അവർക്ക് പെൻഷൻ ഉറപ്പാക്കാൻ പറ്റിയോ? അവർക്ക് റേഷൻ ഉറപ്പാക്കാൻ പറ്റിയോ? വിലക്കയറ്റത്തിൽ നിന്ന് അവരെ സംരക്ഷിക്കാൻ പറ്റിയോ? തെരുവ് നായയുടെ കടയിൽ നിന്ന് അവരെ സംരക്ഷിക്കാൻ പറ്റിയോ? അങ്ങനെ ഓരോന്നായിട്ട് എടുത്ത് പരിശോധിക്കുക. സമുദായ അംഗങ്ങളായിട്ടുള്ള ആശാ വർക്കർമാർക്ക് കൂടിയ വേതനം കൊടുക്കണമെന്ന് അദ്ദേഹത്തിന് പറയാൻ തോന്നിയോ? ഇപ്പൊ സമുദായത്തിന്റെ അംഗങ്ങൾക്ക് വേണ്ടിയാണ് സംസാരിക്കണമെങ്കിൽ അവരുടെ സർവ്വതല സ്പർശിയായിട്ടുള്ള പ്രശ്നങ്ങളെ അഡ്രസ്സ് ചെയ്ത് സർക്കാരിനോട് ചോദിച്ചു വാങ്ങുക ചെയ്യണ്ടേ, അല്ലാതെ മറ്റു സമുദായങ്ങളെ ആക്ഷേപിക്കുകയല്ലല്ലോ ചെയ്യണ്ടേ. അപ്പോൾ വി.ഡി. സതീശൻ പറയുന്നത്, ഇവർ പറയുന്ന വർഗീയ നിലപാടിനെയാണ് എതിർക്കുന്നത്, അല്ലാതെ ഒരു സമുദായ നേതാവിന് സമുദായത്തിന് വേണ്ടി സംസാരിക്കുന്നതിനെ വി.ഡി. സതീശൻ എന്നല്ല ഒരാളും പറയില്ല, ഒരു നേതാവും എതിർക്കില്ല. പിന്നെ ഇവര് ചില ആളുകൾ കൂട്ടി യോജിക്കുന്നു, നല്ല കാര്യം, ഇവരെല്ലാവരും ഒന്നിച്ചു നിൽക്കണം. ഇവർ എപ്പോഴാണ് ഒന്നിക്കുന്നത്, എപ്പോഴാണ് വഴക്ക് കൂടുന്നതെന്നൊക്കെ നമ്മൾക്ക് നോക്കിക്കേണ്ട കാര്യമില്ല. പക്ഷെ ഇവർ ഒന്നിക്കണം എന്നാണ് നമ്മുടെ അഭിപ്രായം. ഒന്നിച്ചു നിന്ന് ഈ സമൂഹത്തിന്റെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കണം. മുൻകാലങ്ങളിൽ അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ട്. മന്നത്ത് പത്മനാഭന്റെ കാലത്തൊക്കെ ഉണ്ടായിട്ടുണ്ട്, ആർ ശങ്കറിന്റെ കാലത്തൊക്കെ ഉണ്ടായിട്ടുണ്ട്. അവിടെ നിന്ന് ഇന്നത്തെ നിലയിലേക്ക് മാറിയതിൽ വലിയൊരു റോൾ ഇവർക്കുണ്ട്. ഇവർ ഒന്നിച്ചു നിന്നാൽ യഥാർത്ഥത്തിൽ അത് CPM-നാണോ ഗുണം ചെയ്യുക, BJP-ക്ക്? ഇവർ ഒന്നിച്ചു നിന്നാൽ കേരളത്തിന്റെ സമൂഹത്തിന് ഗുണം ചെയ്യും. പക്ഷെ ഇവർ ഒന്നിച്ചു നിന്ന് രാഷ്ട്രീയം പറഞ്ഞു കഴിഞ്ഞാൽ അത് UDF-ന് ഗുണം ചെയ്യും. കാരണം ഇവർ ഒന്നിച്ചു നിന്ന് ആരെയാണ് പിന്തുണയ്ക്കുന്നത്? ഈ കേരളം കണ്ട ഏറ്റവും വലിയ കൊള്ളക്കാർക്ക് നേതൃത്വം കൊടുക്കുന്ന സർക്കാരിനെയാണ് ഇവർ പിന്തുണയ്ക്കുന്നത്. അവിടെ ഒരു അബദ്ധമുണ്ട്. ഇവർ ഇപ്പോഴത്തെ സമയത്ത് ഒന്നിച്ചു നിന്ന് CPM-നെയാണ് പിന്തുണയ്ക്കുന്നെങ്കിൽ അത് കോൺഗ്രസിന് ഗുണം ചെയ്യും. അപ്പോൾ ഇവർ ഇനിയും CPM-നെ പിന്തുണയ്ക്കണം എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. കാരണം ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള നടന്നിട്ട് നാളിതുവരെ സർക്കാരിനെതിരായിട്ട് ഒരു അഭിപ്രായം പറയാൻ ശേഷിയില്ലാത്തവർ ആ സർക്കാരിനെ പിന്തുണയ്ക്കുമ്പോൾ സമുദായ അംഗങ്ങളും വിശ്വാസികളും കൃത്യമായിട്ട് ഇത് കണ്ടുകൊണ്ടിരിക്കുക. അപ്പോൾ അത് കാണുന്നുണ്ട്. അപ്പോൾ ഏതെങ്കിലും ഒരു ജില്ലയിൽ പ്രത്യേകം മാറ്റം ഉണ്ടാകുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നില്ല. കാരണം ഈ കഴിഞ്ഞ ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ കൊല്ലം ജില്ലയിലെ റിസൾട്ട് ഒന്ന് പരിശോധിക്കും. കൊല്ലം കോർപ്പറേഷൻ പതിറ്റാണ്ടുകൾക്ക് ശേഷം കോൺഗ്രസ് UDF ജയിക്കുന്ന സാഹചര്യമുണ്ട്. സമുദായ അംഗങ്ങളുടെ നാവിൻ തുമ്പിലല്ല, സമുദായ നേതാക്കന്മാരുടെ നാവിൻ തുമ്പിലല്ല സമുദായ അംഗങ്ങളുടെ വോട്ട്. അത് അവരുടെ രാഷ്ട്രീയ ബോധ്യത്തിലാണ്. അത് കൃത്യമായിട്ട് കോൺഗ്രസിനും UDF-നും അനുകൂലമാണ്. പക്ഷേ ഇവരൊക്കെ മുൻകാലങ്ങളിൽ പറഞ്ഞിരുന്ന അഭിപ്രായം വിശ്വസിച്ച് വർഗീയ താല്പര്യത്തോടെ പോയ ആളുകൾ BJP-യിൽ എത്തിക്കഴിഞ്ഞു. BDJS ഉണ്ടാക്കി NDA-യിൽ കൊണ്ടു കൊടുത്ത പരിപാടിയാണ് നായാടി മുതൽ നമ്പൂതിരി വരെയുള്ള ഐക്യത്തിലൂടെ വെള്ളാപ്പള്ളി നടേശൻ വിഭാവനം ചെയ്തത്. ഇപ്പൊ അദ്ദേഹം നസ്രാണി വരെയുള്ള ഐക്യം കൂടി ഇറങ്ങിയിട്ടുണ്ട്. അപ്പൊ അദ്ദേഹത്തോട് ചോദിക്കാനുള്ള, കോട്ടയത്തെ നസ്രാണിമാർ അതിൽ വരുമോ? കോട്ടയത്തെ നസ്രാണികളെയാണ് അദ്ദേഹം 2 മാസം മുമ്പ് ആക്ഷേപിച്ചത്. അപ്പൊ അത് വരുമോ? ഇനി അദ്ദേഹം ഈ എല്ലാ ആളുകളുടെ ഐക്യത്തെക്കുറിച്ച് പറയുമ്പോൾ ആറളം ഫാമിലെ പുഴയോരത്ത് കഴിയുന്ന ആദിവാസികൾക്ക് വേണ്ടി സംസാരിക്കാൻ അദ്ദേഹം തയ്യാറാണോ? നായാടി മുതൽ നസ്രാണി വരെ ഐക്യം ഉണ്ടാക്കാൻ പോവുകയാണല്ലോ. അപ്പൊ മനുഷ്യരുടെ ജീവിതവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഇവരെന്തുകൊണ്ട് സംസാരിക്കുന്നില്ല? തെരഞ്ഞെടുപ്പ് ആസന്നമാകുമ്പോൾ സർക്കാരിനെ പിന്തുണയ്ക്കാൻ വേണ്ടിയിട്ട് വർഗീയ ധ്രുവീകരണത്തിന് വേണ്ടിയിട്ട് സംസാരിക്കുന്നതിനെ കൃത്യമായി നമ്മൾ എതിർക്കും. ഇത് രാഷ്ട്രീയ താല്പര്യമാണ്, ഇത് വർഗീയ താല്പര്യമാണ്, അതിനെ എതിർക്കേണ്ടത് തന്നെയാണ്. ഇപ്പം കാന്തപുരം അബൂബക്കർ മുസ്ലിയാരുടെ കേരള യാത്ര, അവിടെ പോയിട്ട് വി.ഡി. സതീശൻ പറഞ്ഞ കാര്യം, വെള്ളാപ്പള്ളിയുടെ വർഗീയ പരാമർശത്തിനെതിരെ വിമർശനം ഉന്നയിച്ചു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഇപ്പോൾ മന്ത്രി സതീ ചെറിയാൻ ചോദിക്കുന്നുണ്ട്, ഏതെങ്കിലും ഹിന്ദു നേതാക്കളുള്ള ഒരു വേദിയായിരുന്നുവെങ്കിൽ മുസ്ലിങ്ങൾക്കെതിരെ പറയുന്നത് പോലെയാണ് ആ വേദിയിൽ അദ്ദേഹം സംസാരിച്ചത്. അല്ല, അതൊരു തെറ്റായി പോയോ? അത് അങ്ങനെ വ്യാഖ്യാനിക്കുന്നുണ്ട് ഇപ്പോൾ. അല്ല, അത് ഈ CPM അദ്ദേഹം സജി ചെറിയാൻ ഭരണഘടനയെ വ്യാഖ്യാനിച്ചത് നമ്മൾ കണ്ടല്ലേ. കൊന്തവും കുടച്ചക്രവും എന്നാണ് പറഞ്ഞത്. കൊള്ളയടിക്കാൻ വേണ്ടി ഉണ്ടാക്കിയതാണ്, കട്ടെടുത്ത് കൊണ്ടതാണ്, സായിപ്പ്മാരുടെ താല്പര്യപ്രകാരം ഉണ്ടാക്കിയ ഭരണഘടനയാന്ന് പറഞ്ഞു. ഇതിലിപ്പോ ഇന്ത്യൻ ഭരണഘടന വർഗീയതക്കെതിരെ, മതേതരത്വത്തിനെതിരെ നമ്മൾ അതിനു വേണ്ടി സംസാരിക്കുമ്പോൾ ഇങ്ങനെ ഒരു വേദിയിൽ പോയിട്ട് ഇത്തരം കാര്യങ്ങൾ പറയുമ്പോൾ അത് വർഗീയപരമായിട്ട് തന്നെ ചിത്രീകരിക്കില്ലേ? അല്ല, അത് സജി ചെറിയാന്റെ വ്യാഖ്യാനം അങ്ങനെ ആക്കാനാണ് ശ്രമിക്കുന്നത്. അതുകൊണ്ട് ഞാൻ ആ സജി ചെറിയാന്റെ വ്യാഖ്യാനത്തിന്റെ പൂർവ്വകാല സ്മരണകൾ കൂടി ഞാൻ ഉറപ്പാക്കിക്കൊണ്ട് ഞാൻ അതിലേക്ക് വരുന്നത്. കാരണം ഭരണഘടനയെ അദ്ദേഹം വ്യാഖ്യാനിച്ചത് എങ്ങനെയാണെന്ന് നമുക്കറിയാം. അതുപോലെ തന്നെയാണ് വി.ഡി. സതീശന്റെ പ്രസംഗത്തെയും CPM-മാർ കാണുന്നത്. വി.ഡി. സതീശൻ എപ്പോഴാണ് പ്രസംഗിക്കുന്നത്? പ്രതിപക്ഷ നേതാവ് പ്രസംഗിക്കുന്നതിന് മുമ്പ് മുഖ്യമന്ത്രി അവിടെ ഒരു 1 മണിക്കൂർ പ്രസംഗം നടത്തി. എന്താ പറഞ്ഞത്? മതേതര കേരളത്തിലെ സെക്യുലർ ഫാബ്രിക് നിലനിർത്താൻ വേണ്ടിയിട്ട് വർഗീയതക്കെതിരായിട്ട് പോരാടണം, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് ഇവർ പോരാടി സംസാരിക്കുക. വി.ഡി. സതീശൻ ഒരു 10 മിനിറ്റ് സ്വന്തം നിലയിൽ സ്വതസിദ്ധമായ ശൈലിയിൽ എഴുതി വായിക്കാതെ സ്പോണ്ടേനിയസ് ആയിട്ട് സംസാരിക്കും. എന്താണ് സംസാരിച്ചത്? വർഗീയതക്കെതിരെ സംസാരിക്കുന്ന ആളുകൾ, നിരന്തരം വർഗീയത പറയുന്ന ഒരാളെ പിടിച്ച് നവോത്ഥാന സമിതിയുടെ ചെയർമാൻ സ്ഥാനത്ത് ഇരുത്തിയിട്ട് ആ വർഗീയത പറയുന്നതിനെ കൂടുതൽ പിന്തുണച്ചുകൊണ്ട് അയാളെ 1-ാം നമ്പർ സ്റ്റേറ്റ് കാറിൽ കൊണ്ടുപോയി കൈപിടിച്ച് കയറ്റി കൊണ്ടു നടക്കുന്ന പരിപാടി ചെയ്യാൻ പാടില്ല.
മധുരയിൽ പോയി CPM-ന്റെ അഖിലേന്ത്യാ സമ്മേളനത്തോടനുബന്ധിച്ച് കഫിയ കഴുത്തിലിട്ടത് കൊണ്ട് പിണറായി വിജയൻ മതേതരവാദിയാകില്ല. പിണറായി വിജയൻ ആഭ്യന്തര വകുപ്പ് ഭരിക്കുന്ന 9.5 വർഷക്കാലവും കേരളത്തിലെ ആഭ്യന്തര വകുപ്പ് സംഘപരിവാർ താല്പര്യങ്ങളാണ് നയിക്കപ്പെട്ടിട്ടുള്ളത്. ഒരു സംശയവും വേണ്ട. നരേന്ദ്രമോദിക്കെതിരെ മുദ്രാവാക്യം വിളിച്ച മനുഷ്യർക്കെതിരെ കലാപാഹ്വാനത്തിന് കേസെടുത്തു. അതുപോലെ തന്നെ പലസ്തീൻ വിഷയത്തിൽ ഇസ്രായേലിനെതിരെ സമരം ചെയ്ത ആളുകൾക്കെതിരെ കലാപാഹ്വാനത്തിന് കേസെടുത്തു. നമ്മൾ നരേന്ദ്രമോദിക്കെതിരെയും ഇസ്രായേലിനെതിരെയും സമരം ചെയ്യുമ്പോൾ എങ്ങനെയാണ് പിണറായി വിജയന്റെ പോലീസിന് കലാപാഹ്വാനമായിട്ട് തോന്നുന്നത്? അത് നമുക്ക് മനസ്സിലാക്കണമല്ലോ. ഇപ്പൊ കളമശ്ശേരിയിൽ തീവ്രവാദ അക്രമം നടത്തി 8 പേരെ കൊന്നുകളഞ്ഞ മാർട്ടിൻ പാട്രിക്കിനെതിരെ UAPA കേസെടുത്തിരുന്നു. ആ UAPA വകുപ്പ് പിൻവലിച്ച സർക്കാർ പിണറായി വിജയന്റെ സർക്കാരാണ്. അതേസമയം തന്നെ പുസ്തകം വായിച്ച അലനും താഹയും UAPA കേസിലെ പ്രതികളാണ്. അപ്പോൾ ഇതൊരു സർക്കാരിന്റെ, അവരുടെ ഭാഷയിൽ പറഞ്ഞാൽ വൈരുദ്ധ്യാത്മിക ഭൗതികവാദം. അപ്പൊ അതായത് ഒരു നിലപാടില്ലായ്മ അല്ലെങ്കിൽ ഇരട്ടത്താപ്പ് എന്ന് പറയാം. മുസ്ലിം മത സാമുദായിക നേതാക്കന്മാരെ കാണുമ്പോൾ ഞങ്ങൾ മതേതരവാദികളാണെന്ന് പറയും. അപ്പുറത്ത് വർഗീയത പറയുന്ന വെള്ളാപ്പള്ളി നടേശനും PC ജോർജിനും എതിരെ കേസെടുക്കാൻ വകുപ്പില്ല എന്ന് പറയുന്ന ആഭ്യന്തര വകുപ്പിന്റെ മന്ത്രിയായിട്ട് പിണറായി വിജയൻ ഇരിക്കുകയും ചെയ്യുമ്പോൾ VD സതീശൻ പറഞ്ഞത് നിങ്ങൾ വർഗീയവാദികളെ തിരുത്തണം, വർഗീയവാദികളെ കെട്ടഴിച്ചു വിട്ടിട്ട് അവരെ കൈപിടിച്ച് മുഖ്യമന്ത്രിയുടെ കാറിൽ കൊണ്ടു നടന്ന് നഗരി കാണിച്ചിട്ട് നിങ്ങൾ വർഗീയതയ്ക്കെതിരെ സംസാരിക്കുമ്പോൾ അത് അല്പത്തരമാണെന്നാണ് പറഞ്ഞത്. അതിനപ്പുറത്ത് നാളെ മറ്റേതെങ്കിലും സമുദായത്തിന്റെ സമ്മേളന വേദിയിലാണെങ്കിലും ഇതേ സാഹചര്യം ഉണ്ടാവും. മുഖ്യമന്ത്രി കള്ളത്തരം പറഞ്ഞാൽ അത് പൊളിച്ചു കാണിക്കാന്നുള്ളത് പ്രതിപക്ഷത്തിന്റെ ഉത്തരവാദിത്തമാണല്ലോ. ഇത് ആ വേദിയിൽ മാത്രമല്ല, എല്ലാ വേദിയിലും പ്രതിപക്ഷ നേതാവ് പറയുന്ന ആ വേദിയിൽ പറഞ്ഞപ്പോൾ ഇവർക്ക് കൂടുതൽ പൊള്ളാൻ കാരണം കാന്തപുരം മുസ്ലിയാരുടെ ജാഥയുടെ സമാപന സമ്മേളനത്തിൽ വന്ന് പിണറായി വിജയൻ വല്ലാത്ത ഒരു മതേതരവാദി പട്ടം ചാർത്തി സ്വയം ചാർത്തിക്കൊണ്ട് ഒന്ന് പ്രസംഗിക്കുക, എഴുതി വായിക്കുക. അതിലെ പൊള്ളത്തരങ്ങളാണ് തുറന്നു കാണിച്ചത്. ഇനി ഇവർ കുറെ കാലം മുമ്പ് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ മതങ്ങളിലേക്ക് വളരുമ്പോൾ ഞങ്ങൾ മനുഷ്യരിലേക്ക് പടരുമെന്ന്. സജി ചെറിയാൻ ഇപ്പൊ എങ്ങടാ പടരുന്നേ? സജി ചെറിയാൻ വർഗീയതയിലേക്ക് പടർന്നുകൊണ്ടിരിക്കുക. കേരളത്തിന്റെ പൊതുസമൂഹം മതേതരത്വത്തിലേക്ക് വളരാൻ നോക്കുമ്പോൾ സജി ചെറിയാനും AK ബാലനും വിജയരാഘവനും എന്ന് തുടങ്ങി പിണറായി വിജയൻ വരെയുള്ള CPM-ന്റെ നേതാക്കന്മാർ വർഗീയതയിലേക്ക് പടർന്നുകൊണ്ടിരിക്കുക. ഇവർ തിരുത്തപ്പെടണം. ഇവരെ തിരുത്തുക എന്നുള്ളത്, മറ്റെല്ലാവരും മൗനം പാലിക്കുന്ന സമയത്ത് പ്രതിപക്ഷത്തിന്റെ റോളാണ് ഇവരെ തിരുത്തുക എന്നുള്ളത്, ചൂണ്ടിക്കാണിക്കുക എന്നുള്ളത്. കേരളം ശരിക്കും മതേതരമാണോ എന്നുള്ളൊരു പ്രധാനപ്പെട്ടുള്ളൊരു ചോദ്യമുണ്ട്. ഇപ്പം സജി ചെറിയാൻ തന്നെ ചോദിക്കുകയാണ്, കാസർഗോഡും മലപ്പുറത്തും ജയിക്കുന്ന ആളുകളുടെ പേര് നിങ്ങളൊന്ന് നോക്കൂ. നമ്മുടെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും, ഇത് ഒരാൾ മാത്രമല്ല, എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഇത്തരത്തിൽ തിരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ മതം മാത്രം നോക്കി ചില സ്ഥലങ്ങളിൽ സ്ഥാനാർത്ഥികളെ നിർത്തുന്ന സാഹചര്യമുണ്ട്. അപ്പോൾ എവിടെയാണ് അപ്പോൾ കേരളം മതേതരം? അല്ല, നമ്മൾ ഒരു സ്ഥാനാർത്ഥിയെ നിശ്ചയിക്കുമ്പോൾ പല പരിഗണനകൾ, സാമുദായിക പരിഗണനകളുണ്ടാവും, സാമൂഹിക സാഹചര്യങ്ങൾ പരിഗണിക്കും, പല രീതിയിൽ എല്ലാ പരിഗണനകളും ഉണ്ടാവും. ഈ പരിഗണനകളൊക്കെ ഉണ്ടാകുന്ന ഓരോ വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്കും അവരുടെ റെപ്രസെൻറ്റേഷൻ ഉണ്ടാകുക എന്നുള്ളത് കൂടിയാണ്. ഞാൻ ചോദിക്കട്ടെ, കേരള നിയമസഭയിൽ എൻ്റെ ഒരു അറിവ് ശരിയാണെങ്കിൽ 35ഓളം നായർ MLA-മാരുണ്ട്. കേരളത്തിലെ നായർ വോട്ടർമാരുടെ എണ്ണം മറ്റ് സമുദായങ്ങളെ നോക്കുമ്പോൾ വളരെ കുറവാണ്. അപ്പൊ അതൊന്നും പറഞ്ഞ് നമ്മൾ ആരെയും ബുദ്ധിമുട്ടിക്കാൻ ശ്രമിക്കുന്നില്ല. പക്ഷെ ഓരോ വിഭാഗത്തിൽപ്പെട്ട മനുഷ്യർക്കും അവരുടെ ജനസംഖ്യാനുപാതികമായിട്ടുള്ള റെപ്രസെൻറ്റേഷൻ ഉണ്ടാകേണ്ടതാണ്. അപ്പൊ നമ്മൾ കേരളം മതേതരമാണോ എന്ന് ചോദിച്ചാൽ കേരളത്തിലെ ബഹുഭൂരിപക്ഷം മനുഷ്യരും, മഹാഭൂരിപക്ഷം വരുന്ന മനുഷ്യരും മതേതരവാദികളാണ്. എന്നാൽ വർഗീയവാദികളുമുണ്ട്, സജി ചെറിയാനെ പോലുള്ള ആളുകൾ. അതുകൊണ്ടാണ് കാസർഗോഡും മലപ്പുറത്തുമുള്ള മനുഷ്യരുടെ മതം നോക്കണം, ജയിച്ചു വന്ന മെമ്പർമാരുടെ മതം നോക്കിയാൽ കാര്യം മനസ്സിലാകും എന്ന് പറഞ്ഞാൽ ഇത് കുറെ കാലം മുമ്പ് നരേന്ദ്രമോദി പറഞ്ഞ, സമരം ചെയ്യുന്നവരുടെ വസ്ത്രം നോക്കിയാൽ മതി, അവരുടെ പേര് കേട്ടാൽ മതി, അപ്പൊ വർഗീയവാദികളാണെന്ന് പറയാം. അപ്പോൾ സംഘപരിവാർ പറയുന്ന വർഗീയവാദം അങ്ങനെ തന്നെ ഇവരെടുത്ത് ചുമ്മാ അങ്ങ് പ്രയോഗിച്ചുകൊണ്ടിരിക്കുക. ഞാനൊരു കാര്യം പറയാം, AM ആരിഫ് ആലപ്പുഴയുടെ MP ആയിരുന്നു. അതിന്റെ അർത്ഥം ആലപ്പുഴക്കാർ വർഗീയവാദികളാണെന്നാണോ? തലശ്ശേരി എന്നുള്ള MLA-യുടെ പേരാണ് AN ഷംസീർ. അതിന്റെ അർത്ഥം ഷംസീർ വർഗീയവാദിയാണെന്ന് ഞാൻ പറയില്ല. ഷംസീർ വർഗീയവാദികളുടെ വോട്ട് കൊണ്ട് മാത്രം വിജയിച്ചാണെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. ഞാൻ വിചാരിക്കുന്നത് അയാൾ ഒരു മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതാവാണ്, മാർക്സിസ്റ്റ് പാർട്ടി ആയതുകൊണ്ടാണ് അയാൾ ജയിച്ചതെന്നാണ്, അല്ലേ? സജി ചെറിയാൻ ക്രൈസ്തവനാണല്ലോ. അതിന്റെ അർത്ഥം ക്രൈസ്തവ വർഗീയവാദികൾ വോട്ട് ചെയ്തു എന്നാണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നത്. അങ്ങനെയല്ല. ജയിച്ചു വരുന്ന നേതാക്കന്മാരുടെ പേര് നോക്കിയിട്ട് മതം തെരഞ്ഞിട്ട് വർഗീയതയുടെ റിസർച്ച് നടത്താൻ പോകുന്ന അദ്ദേഹം വെള്ളാപ്പള്ളി നടേശന്റെ വാക്കുകളൊന്ന് കേട്ടാൽ മതി. അല്ല, മലപ്പുറത്തോ കാസർഗോഡോ ഒരു ക്രിസ്ത്യാനിയെ നിർത്തി കഴിഞ്ഞ് ജയിക്കുമോ? മലപ്പുറം ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റിന്റെ പേരെന്താ? വിജി എന്നാണ്. അവരോട് ചോദിച്ചാൽ മതി അവിടെ വർഗീയതയുണ്ടോന്ന്. ഞാൻ ചോദിക്കുന്നത്,
കെ ടി ജലീൽ എങ്ങനെയാണ് ജയിച്ചത് മലപ്പുറത്ത് നിന്ന്? നിയമസഭ MLA അല്ലേ? അബ്ദുറഹിമാൻ മന്ത്രിയാണല്ലോ. ഇവരൊക്കെ എങ്ങനെയാണ് ജയിക്കുന്നത്? ഇവരൊക്കെ വർഗീയവാദികളാണോ? ഞാൻ വിചാരിക്കുന്നില്ല വർഗീയവാദികൾ. ഇപ്പം നമുക്ക് രാഷ്ട്രീയമായിട്ട് കെ ടി ജലീലിനോടൊക്കെ ഒത്തിരി എതിർപ്പുണ്ട്. അപ്പോൾ പോലും ഇവരൊക്കെ ജയിക്കുന്ന, ഇവരുടെ പേര് ജലീൽ എന്നുള്ള പേര് കേൾക്കുമ്പോൾ വർഗീയത എനിക്ക് തോന്നുന്നില്ല. സജി ചെറിയാന് ചിലപ്പോൾ തോന്നുന്നുണ്ടാവും. അത് പഞ്ചായത്തിലും മുനിസിപ്പാലിറ്റിയിലും മാത്രമുള്ളവരെ കാണുമ്പോഴാണ് തോന്നുന്നത്, അത് നിയമസഭയിലുള്ളവരൊക്കെ കൂടി കാണുമ്പോൾ അദ്ദേഹത്തിന് തോന്നുന്നുണ്ടോ എന്ന് അദ്ദേഹം പറയണം. കെ ടി ജലീലിനെ കാണുമ്പോൾ അദ്ദേഹത്തിന് തോന്നുന്നുണ്ടോ? AM ഷംസീറിനെ കാണുമ്പോൾ അദ്ദേഹത്തിന് തോന്നുന്നുണ്ടോ? അദ്ദേഹം പറയേണ്ടതാണ്. മലപ്പുറത്തെയും കണ്ണൂരിലെയും കാസർഗോഡത്തെയൊക്കെ MLA-മാരുടെയും പേര് കേൾക്കുമ്പോൾ അദ്ദേഹത്തിന് വർഗീയത തോന്നുന്നുണ്ടെങ്കിൽ അതിന് ചികിത്സ കൊടുക്കേണ്ടത് മാർക്സിസ്റ്റ് പാർട്ടിയാണ്. MA ബേബിയോട് ചോദിച്ചാൽ മതി. MA ബേബി മറുപടി കൊടുക്കാൻ പ്രാപ്തനാണെന്ന് ഞാൻ വിചാരിക്കുന്നു.